സോ ഫിനിഷ് ദ സ്റ്റോറി എന്നാണ് നമുക്ക് വേണമെങ്കിൽ പറയാം. എന്താണ് നമ്മൾ റസൽമേനിയയിൽ കാണണ്ട എന്ന് വിചാരിച്ചത് അതായത് നമുക്ക് കാണേണ്ടതായിട്ട് വരും. പക്ഷേ എൻ്റെ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇന്ന് കോഡ് റോഡ്സ് ജയിച്ചത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. കാരണം CM Punk വിജയിച്ചിരുന്നെങ്കിൽ എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടില്ല. കാരണം CM Punkന്റെ ഈ ഒരു റോയൽ റംബിളിലെ പെർഫോമൻസ് എന്ന് പറയുന്നത് വളരെയധികം മോശമായിരുന്നു. നമ്മൾ 2010-ലും 2015-ലും കേട്ട CM Punk അല്ല ഇപ്പോൾ ഉള്ളത്. അതിൽ 50% പോലും നമുക്ക് CM Punk കാണാൻ സാധിക്കുന്നില്ല. ആ ഒരു പെർഫോമൻസ് കണ്ടാൽ തന്നെ നമുക്കറിയാം അദ്ദേഹത്തിന് ഭയങ്കര പ്രായമായ പോലെ തോന്നുന്നു. അതായത് പ്രായമായെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ടായിരുന്നു. പല ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വഴി അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു ഇത് പ്രായമായി, അദ്ദേഹത്തിന് 1-ാം നമ്പറൊന്നും എൻ്റർ ചെയ്യാൻ പറ്റത്തില്ല, തനിക്ക് ഏറ്റവും അവസാനത്തെ ഏതെങ്കിലും നമ്പറായിരിക്കും ഞാൻ എൻ്റർ ചെയ്യുന്നതെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഒരു 27-ാം നമ്പർ, അതായത് റോയൽ റംബിളിൽ തന്നെ ഏറ്റവും മികച്ച നമ്പറാണ് 27-ാം നമ്പർ. 27-ാം നമ്പറിൽ വന്നവർ കുറേ പേര് റോയൽ റംബിൾ വിജയിച്ചിട്ടുണ്ട്. സോ ഒരു റോയൽ റംബിൾ എൻ്റർ ചെയ്ത് ആ ഒരു നമ്പർ എൻ്റർ ചെയ്ത് നമ്മളെല്ലാവരും വിചാരിച്ചു അദ്ദേഹം വിജയിക്കുമെന്ന്. പക്ഷേ അവസാനം കോഡ് റോഡ്സ്, അതായത് സ്റ്റോൺ കോൾഡിന് ശേഷം, അതായത് 26 വർഷത്തിന് ശേഷം തുടർച്ചയായിട്ടൊരു വ്യക്തി വിജയിക്കുകയാണ് റോയൽ റംബിൾ. ഞാൻ നേരത്തെ പറഞ്ഞാൽ കോഡ് റോഡ്സ് ജയിച്ച് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. CM Punkന്റെ ആ ഒരു പെർഫോമൻസ് ലെവൽ വെച്ച് നോക്കിയിട്ട് ആ ഒരു റോയൽ റംബിൾ CM Punk വിജയിച്ചിരുന്നെങ്കിൽ ഒട്ടും ശരിയാകില്ലെന്നാണ് എനിക്ക് തോന്നിയൊരു കാര്യം. പിന്നെ കോഡ് റോഡ്സ് റോമൻ റീഡ്സിനെയാണ് കൈ ചൂണ്ടി കാണിച്ചത് ആ ഒരു റോയൽ റംബിൾ വിജയിച്ചത്. സോ ഫിനിഷ് ദ സ്റ്റോറി തന്നെയാണ് നടക്കാൻ പോകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഒരു റോയൽ റംബിൾ ഫുള്ളായിട്ട് നോക്കുമ്പോൾ അതായത് വുമൻസ് റോയൽ റംബിളിൻ്റെ കാര്യവും മറ്റു മാച്ചസിൻ്റെ കാര്യമൊന്നും ഞാൻ പറയുന്നില്ല, മെൻസ് റോയൽ റംബിളിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഒരു കാര്യം പറയാനുണ്ട്, മെൻസ് റോയൽ റംബിൾ, വുമൻസ് റോയൽ റംബിൾ ഇത് രണ്ട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയത് വുമൻസ് റോയൽ റംബിൾ ആണെന്ന് തോന്നുന്നു കുറച്ചുകൂടെ നന്നായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ കുറച്ചുകൂടെ സർപ്രൈസ് റിട്ടേൺ ഒക്കെ ആഡ് ചെയ്യായിരുന്നു. ആകെ ഉണ്ടായിരുന്നത് അന്ത്രാഡെ സിയൻ ആൽമസിൻ്റെ റിട്ടേൺ മാത്രമായിരുന്നു. അതൊരു നല്ല റിട്ടേൺ തന്നെയായിരുന്നു. അദ്ദേഹം 4-ാം നമ്പറിലാണ് വന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഇനിയും ഇതിനെക്കാട്ടി മികച്ച സൂപ്പർ സ്റ്റാർസ് വരുമായിരിക്കും, അതായത് ഒരു സർപ്രൈസ് റിട്ടേണുകളൊക്കെ ഉണ്ടായിരിക്കുന്നു. പക്ഷേ അതൊന്നും നമുക്ക് കാണാൻ സാധിച്ചില്ല. എന്നാലും അന്ത്രാഡെ വന്നത് വേറെ ലെവലായിരുന്നു. ആ ഒരു മാസ്ക് വെച്ച് വന്നത് വേറെ ലെവലായിരുന്നു, പൊളിയായിരുന്നു. പിന്നെ 1-ാം നമ്പറും 2-ാം നമ്പറും ജിമ്മി യൂസയും ജെ യൂസയും ആയിരുന്നു. അതൊരു നല്ല തീരുമാനമായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്തായാലും ജെ യൂസോ എനിക്ക് തോന്നുന്നു ജിമ്മി യൂസയെക്കാട്ടി കൂടുതൽ സമയം റിങ്ങിൽ നിന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു അവസാനം 7-ഓ 8-ഓയിലൊക്കെ ജെ യൂസോ ഉണ്ടായിരുന്നതായിട്ട് എനിക്ക് തോന്നി. ഈ ഒരു റോൾ നമ്മൾ കുറച്ച് കോമഡി റോൾ ചെയ്തത് ജിമ്മി യൂസോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. അതായത് കുറച്ച് ഹീൽ ക്യാരക്ടർ ചെയ്യുന്നവർക്കെല്ലാം ജിമ്മി യൂസോ എന്ന് ഷെയ്ക്കാനും കൊടുക്കുന്നു, അവരെയും നല്ലവണ്ണം മേടിക്കുന്നു. അതായിരുന്നു നമുക്കവിടെ കാണാൻ സാധിച്ചത്. ആ കാര്യം ക്രോസ് മാത്രമാണെന്ന് തോന്നുന്നു അദ്ദേഹത്തെ ഒന്നും ചെയ്യാതിരുന്നത്. പിന്നെ ആർ-ട്രൂത്ത് ആർ-ട്രൂത്ത് വേറെ ലെവലാണ്. ഞാൻ എന്താണ് ആർ-ട്രൂത്തിനെ കുറിച്ച് പറയേണ്ടത് എനിക്കറിയില്ല. വുമൻസ് റോയൽ റംബിളിലൊക്കെ കയറി ചെന്നിരിക്കുന്നു. അതുപോലെ മെൻസ് റോയൽ റംബിളിൽ വന്നിട്ട് ടാഗൊക്കെ ചോദിക്കുന്നു ഡൊമിനിക് മിസ്റ്റീരിയോട്. അതായത് ഒരു ടാഗ് ടീം മാച്ച് പോലെയാണ് പുള്ളിക്കാരൻ കണ്ടത്. സോ വേറെ ലെവലൊരു എൻ്റർടൈനറാണ് ആർ-ട്രൂത്ത്. സോ ആർ-ട്രൂത്തിൻ്റെ ആ ഒരു റോയൽ റംബിളിലെ പെർഫോമൻസ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ 30-ാം നമ്പറിൽ നമ്മൾ ഏതെങ്കിലും വലിയൊരു സൂപ്പർ സ്റ്റാറിൻ്റെ റിട്ടേൺ ആയിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ WWE നമ്മളെ എപ്പോഴും ചതിക്കും 30-ാം നമ്പറിൻ്റെ കാര്യത്തിൽ. ഇപ്രാവശ്യം അങ്ങനെ തന്നെ സംഭവിച്ചു. സാമി സൈനാണ് വന്നത്. സോ അത് കണ്ടപ്പോൾ എനിക്ക് നല്ല നിരാശ തന്നെ തോന്നി സാമി സൈൻ വരുന്നത് കണ്ടപ്പോൾ. സാമി സൈൻ ഒരു നല്ല സൂപ്പർ സ്റ്റാറാണ്, പക്ഷേ കുറച്ചുകൂടെ നല്ലൊരു റിട്ടേൺ ഞാൻ പ്രതീക്ഷിച്ചു. ഞാൻ റോക്കിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും AEW താരത്തിൻ്റെയൊക്കെ റിട്ടേണാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പിന്നെ എടുത്ത് പറയേണ്ടത് ബ്രോൺ ബ്രേക്കറിൻ്റെ പെർഫോമൻസ് ആണ്. വേറെ ലെവൽ പെർഫോമൻസ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു അദ്ദേഹമാണ് ഈ ഒരു റോയൽ റംബിളിൽ ഏറ്റവും കൂടുതൽ ആളുകളെ എലിമിനേറ്റ് ചെയ്തെന്ന് തോന്നുന്നു. എന്നാൽ ഭയങ്കര ഫാസ്റ്റാണ് ഇതിൻ്റെ മൂവ്മെൻറ്റ്സും എല്ലാ കാര്യങ്ങളും. അദ്ദേഹം NXT ആയതുകൊണ്ടായിരിക്കും ഇത്ര ഫാസ്റ്റായിട്ടെല്ലാം ചെയ്യുന്നത്. സാധാരണ NXT സൂപ്പർ സ്റ്റാർസ് നല്ല ഫാസ്റ്റാണ്, അവരങ്ങനെ ടൈം ഡിലേ ഒന്നും അധികം ചെയ്യാറില്ല. സോ ബ്രോൺ ബ്രേക്കർ ഒരു അസാധാരണ പെർഫോമൻസ് ആണ് ഇന്ന് റോയൽ റംബിളിൽ കാണിച്ചത്. അദ്ദേഹം 5 മിനിറ്റ് നിന്നുള്ളെന്ന് തോന്നുന്നു, എങ്കിൽ പോലും വേറെ ലെവൽ പെർഫോമൻസ് ആയിരുന്നു അത്. പിന്നെ ബോബി ലാഷ്ലി, കാരിങ് ക്രോസ് അല്ലെങ്കിൽ അതായത് ഫൈനൽ ടെസ്റ്റ്മെൻറ്റ്, സ്ട്രീറ്റ് പ്രോഫിറ്റ്സ് അവരുടെയൊക്കെ ആ ഒരു ഫ്യൂഡ് ഇത് റോയൽ റംബിളും WWE ആ ഒരു സ്റ്റോറി ലൈൻ എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. പിന്നെ ഒമസിൻ്റെ ആ ഒരു റിട്ടേൺ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ആ ഒരു എൻട്രൻസ് വേറെ ലെവലായിരുന്നു. അതായത് പാൻ മക്കാഫയുടെ ആ ഒരു ഇൻസിഡൻ്റൊക്കെ വേറെ ലെവലായിരുന്നു. കോമഡി സാധനമായിരുന്നു, ചിരിച്ചിരിച്ച് ആലി. എന്തായാലും റോയൽ റംബിളിൽ കുറേ അധികം സംഭവങ്ങളുണ്ടായിരുന്നു, റിട്ടേൺസ് ഇല്ലായിരുന്നു. പക്ഷേ എൻ്റർടൈൻ ചെയ്യുന്ന പല സംഭവങ്ങളും ഇന്നത്തെ ആ ഒരു റോയൽ റംബിൾ ഉണ്ടായിരുന്നു. ഇന്നത്തെ റോയൽ റംബിൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. CM Punk വിജയിച്ചിരുന്നെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടില്ല. ഞാൻ പറഞ്ഞു CM Punkന്റെ പെർഫോമൻസ് റോയൽ റംബിൾ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടില്ല. വളരെ മോശം പെർഫോമൻസ്. അതായത് ഗോൾഡ്ബർഗ് ഒരു മാച്ചിൽ പെർഫോം ചെയ്ത പോലെ ആയിപ്പോയി. വയസ്സായിട്ടുള്ളൊരു പെർഫോമൻസ്, അനങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള പെർഫോമൻസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലത്തെ ഒരു പെർഫോമൻസ് ആയിരുന്നു CM Punkന്റെ. അതുകൊണ്ട് തന്നെ CM Punk വിജയിച്ചിരുന്നെങ്കിൽ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടില്ലായിരുന്നു. പക്ഷെ നല്ലൊരു ട്വിസ്റ്റായിരുന്നു. കോഡ് റോഡ്സ് വിജയിച്ചു. എന്തായാലും കോഡ് റോഡ്സിന് കൺഗ്രാറ്റ്സ്. പിന്നെ ഏറ്റവും അവസാനം കോഡ് റോഡ്സ് റോമൻ റീഡ്സിനെ ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. വേറെ ലെവലായിരുന്നു. രോമാഞ്ചം ഉണ്ണിച്ചിരുന്നു. അങ്ങനത്തെ ഒരു ലെവൽ സംഭവമായിരുന്നു. സോ ഇപ്പോൾ ആ ഒരു സ്റ്റോറിക്ക് കുറച്ച് ബലം വെച്ചതാണ് തോന്നുന്നത്. അത് ഈ ഒരു റോയൽ റംബിളിലൂടെ. അതിന് മുമ്പ് വരെ ഫിനിഷ് ദ സ്റ്റോറി നോക്കുമ്പോൾ എല്ലാവരും ചെറുതായിട്ട് നെറ്റി ചുളിക്കും. പക്ഷേ ഇന്നത്തെ ആ റോയൽ റംബിളിന് ശേഷം ഒരു മാച്ച് എല്ലാവരും കാണാനായിട്ട് ഇരിക്കുകയായിരിക്കും. ആ ഒരു കോഡ് റോഡ്സ് കൈ ചൂണ്ടിയൊക്കെ കാണിച്ച് ആ ഒരു ലെവലൊക്കെ വേറെ ലെവലായിരുന്നു. സോ ഇന്നത്തെ റോയൽ റംബിൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊന്ന് കമൻറ്റ് ബോക്സിൽ നിന്ന് കമൻറ്റ് ചെയ്യുക. കുറേ പേർക്ക് ഇഷ്ടപ്പെടാനുള്ള സാധ്യത കുറവാണ്, കുറേ പേർക്ക് ഇഷ്ടപ്പെടും. സോ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ റോയൽ റംബിൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക. പിന്നെ 2 സെക്കൻഡ് മാത്രം മതി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെ. സോ എല്ലാം ചെയ്യുമെന്ന് വിചാരിക്കുന്നു.